ഹായ് എല്ലാവർക്കും നമസ്കാരം. റീഗൽ ആഗ്മി ഫാമിലിയുടെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ NIOS സീനിയർ സെക്കൻഡറിയിലെ +2ൻ്റെ ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. എല്ലാവർക്കും ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ വളരെ യൂസ്ഫുള്ളായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഈ 5 ക്വസ്റ്റ്യനെങ്കിലും പഠിച്ചാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾ എക്സാമിന് പാസ്സാവും എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും. അടുത്ത ടീച്ചറിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എല്ലാവരും വളരെ എഫക്റ്റീവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹായ് സ്റ്റുഡൻറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം 2 ചാപ്റ്റർ നോക്കിയായിരുന്നു അല്ലേ? അപ്പം മടി പിടിച്ച് വീട്ടിലിരിക്കാതെ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ്, നമുക്കിന്ന് വീണ്ടും ഒരു പുതിയ ചാപ്റ്ററിലോട്ടാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത്. ഊർജ്ജസ്വലതയോടെ നല്ല മിടുക്കരായിട്ട് പഠിക്കാം. നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്ററുകളിൽ എന്തെങ്കിലും സംശയമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. നാം ഇന്ന് നോക്കുന്നത് ഹിസ്റ്ററിയിലെ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ, ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യനാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർട്ട്. ഓക്കെ, ഹാരപ്പൻ സിവിലൈസേഷനിലെ 5 ക്വസ്റ്റ്യനിൽ ഒന്നാമത് നാം നോക്കുന്നത് എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ, അതായത് ആ ഹാരപ്പൻ സിവിലൈസേഷനിലെ നഗരാസൂത്രണത്തെക്കുറിച്ചാണ് നാം ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2, ഹാരപ്പൻ സിവിലൈസേഷനിലെ വിശ്വാസ രീതികൾ, റിലീജിയസ് സിസ്റ്റം. 3, ഹാരപ്പൻ സിവിലൈസേഷനിലെ മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത്. 4, എങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ആയത് അല്ലെങ്കിൽ പരാജയപ്പെട്ടത്. 5, എന്തുകൊണ്ട് ഹാരപ്പൻ സിവിലൈസേഷനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും കൂടെ പറയാൻ പോകുന്നു. അങ്ങനെ 5 ക്വസ്റ്റ്യനാണ് നാം ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത് ഹാരപ്പൻ സിവിലൈസേഷനിലെ നഗരാസൂത്രണം അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്. എന്താണ് ടൗൺ പ്ലാനിങ്? നമുക്കെല്ലാവർക്കും ഒരു ടൗൺ പ്ലാനിങ് ഉണ്ടല്ലേ? ഇത്ര വീടുകൾ, ഇത്ര അകലത്തിനുള്ളിൽ, ഇത്ര ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള. അപ്പോൾ നഗരാസൂത്രണം എന്ന് പറയുന്നത് എന്താണ്? ഹാരപ്പൻ സിവിലൈസേഷനിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു പ്രധാനമായിട്ട് ഒരു ക്രമീകൃതവും ആസൂത്രണവുമായ ഒരു നഗരാസൂത്രണം ഉണ്ടായിരുന്നു. എന്താണ്? കൃത്യമായ ആസൂത്രണമായ ഒരു നഗരാസൂത്രണം ഹാരപ്പൻ സിവിലൈസേഷനിലെ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് വ്യക്തമായ അഴുക്കുചാൽ സിസ്റ്റം അല്ലെങ്കിൽ ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. ഇവിടെയൊക്കെ ഉള്ളതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം പല സ്ഥലത്ത് അവരെന്ത് ചെയ്തിട്ടില്ല, നിക്ഷേപിച്ചിട്ടില്ല. പരമാവധി എല്ലാ സ്ട്രീറ്റുകളിലും പ്രധാനമായിട്ട് ഒരു അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ എല്ലാ അഴുക്കുചാലിലും കൂടെ ഉള്ള വേസ്റ്റ് എല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു സിറ്റിയിൽ എന്ത് ചെയ്യും, മെയിൻ സിറ്റിയിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡ്രെയിനേജ് സിസ്റ്റം അവർ പണി കഴിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു അഴുക്കുചാൽ സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ ഉയർന്ന വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഉയർന്ന വാസസ്ഥലങ്ങളെ സിറ്റാഡൽ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? സിറ്റാഡൽ. താഴ്ന്ന പട്ടണങ്ങളെ ലോവർ ടൗൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു നഗരാസൂത്രണം ഉണ്ടായിരുന്ന ഒരു ഹാരപ്പൻ ജനതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ കൃത്യമായ നഗരാസൂത്രണം ഉണ്ടായിരുന്നു, അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. സ്ട്രീറ്റുകളിലെല്ലാം വൃത്തി അല്ലെങ്കിൽ ശുചിത്വം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കിയിരുന്ന ഒരു ജനതയായിരുന്നു ഹാരപ്പൻ ജനത എന്ന് പറയുന്നത്. നമുക്കറിയാം, സിന്ധു നദിയുടെ സംസ്കാരം 2ആയിട്ടാണ് തിരിക്കുന്നത്, ഹാരപ്പൻ ജനത അല്ലെങ്കിൽ മൊഹൻജൊദാര. ഹാരപ്പൻ ജനത കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഹരപ്പ എന്ന സ്ഥലം കണ്ടുപിടിച്ചത് ദയാറാം സാഹിനി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. മൊഹൻജൊദാരോ RD ബാനർജി. 2 പേരും മറന്നു പോകരുത്. RD ബാനർജി മൊഹൻജൊദാര കണ്ടുപിടിച്ചപ്പോൾ ദയാറാം സാഹിനിയാണ് ഹരപ്പ എന്ന പ്ലേസ് കണ്ടുപിടിച്ചത്. ഇത്രയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇതാരും മറന്നു പോകരുത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് ഒക്കെ പോയിന്റ് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അഴുക്കുചാൽ സമ്പ്രദായം, ഡ്രെയിനേജ് സിസ്റ്റം. ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ശുചിത്വമാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആർ യു റെഡി? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഹാരപ്പൻ റിലീജിയസ്. എന്തൊക്കെയാണ് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ ഹാരപ്പൻ ജനതയുടെ മതപരമായ വിശ്വാസം? പ്രധാനമായും ഹാരപ്പൻ ജനതയുടെ മതപരമായ വിശ്വാസത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ആനിമിസം. എന്തെന്നാ വിളിക്കുന്നത്? ആനിമിസം. അതായത് അവർ ആരാധിച്ചിരുന്നത് വൃക്ഷങ്ങളെയും കല്ലുകളെയും ഒക്കെയാണ് അവർ പ്രധാനമായിട്ട് ആരാധിച്ചിരുന്നത്.
വൃക്ഷങ്ങളെയും കല്ലുകളെയും അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് ലോർഡ് ശിവ. ലോർഡ് ശിവയായിരുന്നു അവരുടെ ആരാധനമൂർത്തി, ഇഷ്ടപ്പെട്ട ദൈവം അല്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവം. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലേ? അതുപോലെ അവരുടെ ഹരപ്പൻ ജനതയുടെ പീപ്പിൾസിന്റെ അല്ലെങ്കിൽ ജനതയുടെ പ്രധാനപ്പെട്ട ഒരു ദൈവം, അവർ പ്രധാനമായി ആരാധിച്ചിരുന്ന ദൈവമാണ് ലോർഡ് ശിവ അല്ലെങ്കിൽ ശിവഭഗവാനെയാണ് കൂടുതലായിട്ട് ആരാധിച്ചിരുന്നത്. ലിംഗാരാധന ഉണ്ടായിരുന്നു. അതിനു പുറമെയാണ് എന്ത് ചെയ്തത്? കല്ലുകൾ ആരാധിച്ചത്. മാതൃദേവത ആരാധന ഉണ്ടായിരുന്നു. മാതൃദേവത അല്ലെങ്കിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ആ വിശ്വാസത്തെ അല്ലെങ്കിൽ മതത്തെ ആനിമിസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹരപ്പൻ ജനതയുടെ മതപരമായ വിശ്വാസത്തെക്കുറിച്ച് എഴുതുക. ഹരപ്പൻ ജനതയുടെ വിശ്വാസത്തെ എന്തെന്ന് അറിയപ്പെട്ടു? ആനിമിസം. വൃക്ഷങ്ങളെയും കല്ലുകളെയും കുന്നുകളെയും പാറകളെയും ഒക്കെയാണ് അവർ എന്ത് ചെയ്തത്? ആരാധിച്ചിരുന്നത്. കൂടാതെ എന്താണ്? അവരുടെ ഇഷ്ടപ്പെട്ട ദൈവം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദൈവം ഭഗവാൻ എന്ന് പറയുന്നത് ലോർഡ് ശിവ. ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മതപരമായ രീതി. ലിംഗങ്ങളെ അല്ലെങ്കിൽ ലിംഗാരാധന കൂടുതൽ ഉണ്ടായിരുന്നു. മാതൃദേവതയെ ആരാധിച്ചിരുന്നു. പിന്നെയാണ് അവർ ആരാധിച്ചിരുന്നത് ഈ പ്രകൃതിയെയും ആരാധിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹരപ്പൻ ജനതയുടെ മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത്, വലിയ ഒരു കുളിപ്പുര ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പോൾ ഉള്ളതുപോലെയൊന്നും അല്ല, അവർക്കൊരു വലിയൊരു കുളിപ്പുര ഉണ്ടായിരുന്നു. അതും അവർ വൃത്തിയായിട്ട് അത് സൂക്ഷിച്ചു കൊണ്ടുപോയിരുന്നു, നിലനിർത്തിയിരുന്നു, നശിപ്പിക്കാതെ. ഏറ്റവും വൃത്തിയുടെ കാര്യത്തിൽ ഹരപ്പൻ ജനത ഏറ്റവും മുന്നിലാണ്. ഹരപ്പൻ ജനതയുടെ മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് പടികൾ ഇറങ്ങി പോകുന്ന ഒരു വലിയ കുളം. ആ കുളത്തെ പുരാതന കാലത്ത് അറിയപ്പെടുന്നത് ആധുനിക ഇന്ത്യയിലെ ജലസംഭരണി എന്നാണ്. എന്തെന്നാ അറിയപ്പെട്ടത്? ജലസംഭരണി. ആ മഹാസ്നാനഘട്ടത്തിലാണ് കൂടുതലായിട്ട് അവരുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റിപ്പോയിരുന്നത്. കുളിക്കാനായാലും വസ്ത്രങ്ങൾ അലക്കുവാനായാലും അവർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈ മഹാസ്നാനഘട്ടത്തെയാണ്, അല്ലെങ്കിൽ വലിയ കുളിപ്പുര അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സംഹിതയാണ്. ഇവർ പ്രധാനമായിട്ടും ഇവിടെ നിന്ന് കുളിക്കുകയും അതിന് പുറമെ അതിനോടൊപ്പം ചേർത്ത് ഒരു മുറി പോലെ അല്ലെങ്കിൽ ഒരു സജ്ജീകരണം ഉണ്ടായിരുന്നു, വസ്ത്രങ്ങൾ മാറുന്നത്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് കുളി കഴിഞ്ഞ് അവരുടെ വസ്ത്രങ്ങൾ മാറുന്നതിനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു റൂം കൂടെ അതിൻ്റെ കൂടെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അന്നത്തെ ഏറ്റവും നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അവരുടെ ആർക്കിടെക്ചർ സ്കില്ലാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത്. അന്ന് ഇത്രയും ഇന്നത്തെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഇന്നത്തെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തല്ലായിരുന്നു. എന്നിട്ട് പോലും അവരുടെ ആ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടം നേടി. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു മഹാസ്നാനഘട്ടം. മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ ജലസംഭരണി എന്നൊക്കെ അറിയപ്പെടുന്ന മഹാസ്നാനഘട്ടം അവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ പ്രധാന ഒരു ഘടകം കൂടിയായിരുന്നു. പിന്നെ എന്താണ്? ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ചുറ്റുപടികൾ ഉണ്ടായിരുന്നു. ഇറങ്ങി എന്ത് ചെയ്യണം? അതിലോട്ട് പോയി കുളിച്ചിട്ട് വസ്ത്രം മാറാനുള്ള സജ്ജീകരണവും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പണി കഴിപ്പിച്ചിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ നാം ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പം 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെയെല്ലാം വന്ന നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? ഡിക്ലൈനായി. ഡിക്ലൈൻ മീൻസ് അതെ, പരാജയപ്പെട്ടു അല്ലെങ്കിൽ നശിച്ചു. എന്തുകൊണ്ടായിരിക്കാം? പല ഘടകങ്ങളുണ്ടായിരുന്നു. കൃഷിനാശം, ഒന്നാമത്തെ കാര്യം കൃഷിനാശം. 2 ഫ്ലഡ് എന്താണ്? പ്രളയം വന്നു. പിന്നെ ഡീഫോറസ്റ്റേഷൻ മീൻസ് വനനശീകരണം. പിന്നെ എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകർച്ചവ്യാധികൾ. പിന്നെ വന്നതാണ് എക്സ്റ്റേണൽ ഇൻവേർഷൻ, ആഭ്യന്തരമായിട്ടുള്ള ആക്രമണം. പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം വഴിയും പ്രളയങ്ങൾ മൂലയും പിന്നെ അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ മൂലം ഒക്കെ എന്ത് ചെയ്തു? നമ്മുടെ ഹരപ്പൻ ജനതയുടെ ആ സിവിലൈസേഷൻ നശിക്കാനായിട്ട് ഇടയായി. 5 ഘടകങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. ഹരപ്പൻ ജനതയുടെ സിവിലൈസേഷൻ നശിക്കാനുള്ള ഘടകങ്ങളാണ്: 1 ഫ്ലഡ് അഥവാ പ്രളയം, 2 എപ്പിഡമിക്സ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ, 3 ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനനശീകരണം, 5 എന്താണ്? കൃഷിനാശം അല്ലെങ്കിൽ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. ഇത്രയുമാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻവേഷൻ, ആഭ്യന്തര കലാപം. ഇത്രയും കൊണ്ട് നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ 5 കാരണങ്ങളാൽ നശിക്കാൻ കാരണമായി. അപ്പോൾ 4 ക്വസ്റ്റ്യൻ നാം ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് നാം കടക്കുകയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടെ പറയാൻ കാരണം? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന്, അല്ലെങ്കിൽ തിരിച്ചും നമുക്ക് പറയാം ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാലും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാലും ഒന്നാണ്. എന്തുകൊണ്ടാ? വൈ, റീസൺ. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളും അല്ലെങ്കിൽ ഭൂരിഭാഗം ജനവാസ കേന്ദ്രങ്ങളും ഉടലെടുത്തത് നമ്മുടെ സിന്ധു നദീതട കൈവഴികളിലൂടെയാണ്. അല്ലെങ്കിൽ സിന്ധു നദിയുടെ അല്ലെങ്കിൽ പോഷക നദികളുടെ അല്ലെങ്കിൽ അതിൻ്റെ കൈവഴികളുടെ തീരത്താണ് എല്ലാ ജനവാസ കേന്ദ്രങ്ങളും ഉടലെടുത്തത്. സിന്ധു നദിയുടെ നാഗരികതയുടെ തുടക്കത്തിൽ തന്നെ അവിടെയാണ് പ്രധാനമായും എല്ലാ ജനവാസ കേന്ദ്രങ്ങളും ഉടലെടുത്തത്. അതുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തെ പ്രധാനമായും ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടെ പറയാൻ കാരണം. 5 ക്വസ്റ്റ്യൻ നാം ഡിസ്കസ് ചെയ്തു അല്ലേ? 5 ക്വസ്റ്റ്യൻ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് ഹാരപ്പൻ ജനതയുടെ നഗരാസൂത്രണം. അവിടെയാണ് നാം പരിചയപ്പെട്ടത് എന്താണ് അവരുടെ അഴുക്കുചാൽ സിസ്റ്റം, അവരുടെ കോട്ടകൾ, അവരുടെ ശുചിത്വം ഒക്കെ. രണ്ടാമത്തതാണ് എന്താണ് അവരുടെ റിലീജിയസ് മതം അല്ലേ? മതം എങ്ങനെയായിരുന്നു? ആനിമിസം അല്ലേ? ചുരുക്കി പറഞ്ഞ ആനിമിസം, വൃക്ഷങ്ങളെയും മാതൃദേവതകളെയും ഒക്കെ ആരാധിച്ചിരുന്ന ലിംഗാരാധനയൊക്കെ ഉണ്ടായിരുന്ന അവരുടെ റിലീജിയൻ. മൂന്നാമത്തത് മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത്. അതെങ്ങനെയായിരുന്നു? അത് ചുറ്റുപടികൾ ഉണ്ടായിരുന്നു, ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു, ഇറങ്ങിപ്പോയി കുളിക്കും, അത് കഴിഞ്ഞതിന് ശേഷം വസ്ത്രങ്ങൾ മാറാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അവിടെ ആർക്കിടെക്ചർ സ്കില്ലിനെയാണ് കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ പറഞ്ഞു 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ട് ഡിക്ലൈൻ ആയി അല്ലെ? എന്തുകൊണ്ടാണ് ഡിക്ലൈൻ? 5 ഫാക്ടർ ടീച്ചർ പറഞ്ഞായിരുന്നു. ഫ്ലഡ് വന്നു, പിന്നെ എപ്പിഡമിക്സ് വന്നു, എക്സ്റ്റേണൽ ഇൻവേർഷൻ വന്നു, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിലുണ്ട നാശം വന്നു, പിന്നെ പറഞ്ഞത് കൃഷിനാശം, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം ഒക്കെ വന്നതുകൊണ്ട് ആ 5 കാരണങ്ങളാൽ അതും പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഡിക്ലൈൻ ആയി. പിന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയാൻ കാരണം. പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളെല്ലാം ഉടലെടുത്തത് എവിടെയാണ്? സിന്ധു നദീതടത്തിലും അതുപോലെ അതിൻ്റെ കൈവഴികളിലുമായിരുന്നു. 5 ക്വസ്റ്റ്യനുമാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും സംശയമുള്ളവർ ഈ വീഡിയോയുടെ അവസാനം എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. സംശയമുള്ളവർക്ക് അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് പഠിക്കുക, മിടുക്കരായി വളരുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നോട്ട് ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.